ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം പോലീസുകാരൻ നടത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം സഹിക്കാനാവാതെ പാറുവും ഗൗതമും നിധിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം CK ചന്ദ്രബോസും ഈ പറയുന്ന അവരുടെ ഭാര്യയും വസുന്ധരയൊക്കെ അവർക്ക് മംഗളാശംസകൾ നൽകുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ശിവാനിക്ക് ഒത്തിരി സന്തോഷമാവുന്നു. ശിവാനിക്ക് ഒരു രേണുകൾക്കും വാക്കുകളില്ല. ഇതേ സമയം എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ വിവാഹം നടന്നല്ലോ. അപ്പോൾ പോലീസുകാരൻ പോകാൻ നിൽക്കുന്ന സമയത്ത് പോലീസുകാരനോട് CK ചന്ദ്രബോസ് പറയണത്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങളത് നല്ല കാര്യമായി തന്നെ നടത്തി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇത് ഞാൻ നടത്തി എന്നുള്ളത് ഒരു പ്രായപൂർത്തിയായ 2 പേരുടെ കാര്യമാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം ചെയ്യുക എന്നുള്ളത് ഇന്ന് നിയമപരമായി ഉണ്ടല്ലോ, അതിലാർക്കും എതിർക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചെയ്തു തന്നു എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറയാണ്. ഇതേ സമയം പ്രണവ് പറയണേ, എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഈ വിവാഹം ചെയ്തതിൽ എന്നിങ്ങനെ പ്രണവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഇങ്ങനെ നിധിയെയും ഗൗതമിനെയാണ് കാണിക്കുന്നത്. പാറു ആണെങ്കിൽ പൂജാമുറി കയറിയിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, എന്തിനാണ് എന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. കാരണം എൻ്റെ പൊന്നു മോനെയല്ലേ ആ താടകയുടെ കയ്യിൽ പോയത്, അവൾ ആ യക്ഷിയെ പോലെ അവളെ പോലെ എൻ്റെ മകന് താലി കെട്ടിയെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതം ഇനി പറയാൻ വാക്കുകളില്ല എന്ന് പറയട്ടോ. പക്ഷെ പ്രണവിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു വേദനയുണ്ട് കേട്ടോ. പ്രണവിന് വേദന സഹിക്കുന്നില്ല, താൻ ചെയ്തത് അബദ്ധമാണോ എന്നൊരു തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ പാറു ഈ ഒരു പൂജാ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഗൗതം ആകെ തളർന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഗൗതമിനോട്, എടാ നമ്മുടെ പ്രണവ് ഇനി അവൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ പറയുമ്പോൾ ഗോപി പറയണേ, എന്താവും എന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയട്ടോ. ഈ സമയം നിധി പറയണേ, ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അപ്പോൾ ഗോപി പറയാം, എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ അവിടെ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ആ വണ്ടിയുടെ ശബ്ദത്തോടു കൂടി വരുന്ന ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഇവർ 4 പേരും പുറത്തോട്ട് ഓടി വരികയാണ് കേട്ടോ. ഇതേ സമയം വണ്ടിയിൽ നിന്നും പ്രണവും ശിവാനി ഇറങ്ങുന്നത് കാണുമ്പോൾ അവിടെ കൂടെ വസുന്ധരയും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് കണ്ടു നിൽക്കാൻ പാറുവിന് കഴിയില്ല. പാറുവിന് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറുവിന് ആ ദേഷ്യം ഇങ്ങനെ കയറി വരുന്നത് വസുന്ധര മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയം ശിവാനിയും പ്രണവും വാ എന്ന് പറഞ്ഞിട്ട് ശിവാനി പ്രണവിൻ്റെ കൈകൾ പിടിച്ച് വരുന്ന സമയത്ത്, എങ്ങോട്ടാടാ നീ കയറി വരുന്നത്, ആരോട് ചോദിച്ചിട്ടാടാ ഈ വീട്ടിൽ നീ കയറി വരുന്നതെന്ന് പറയുമ്പോൾ വസുന്ധരയും പ്രണവും ശിവാനിയും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയണേ, നീ എൻ്റെ മകനെല്ലായി മാറി, ഇനി നിന്നെ പോലെ ഒരു മകനെ എനിക്ക് വേണ്ട, മര്യാദക്ക് കടക്ക് പുറത്ത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ കൺമുന്നിൽ നിന്നും ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പാറു പറയണേ, എടാ നിന്നെ ഇത്രയും നാളും നൊന്ത് പ്രസവിച്ച, നിന്നെ വളർത്തി വലുതാക്കിയ ഒരമ്മയാണ്, ആ അമ്മയെ നീ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇനി നിനക്ക് ഈ സ്വത്തിലോ മുതലിലോ ഒന്നും നിനക്ക് അവകാശവുമില്ല, മര്യാദക്ക് ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപി പറയുന്നത് ശരിയാണ്, ഇവിടുത്തെ ഒരു പൈസ പോലും ഞാൻ നിനക്ക് തരില്ല, മര്യാദക്ക് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആട്ടി ഇറക്കുമ്പോൾ അവിടെ പ്രണവ് ശിവാനിയോട് പറയാണ്, നമുക്ക് പോവാം, ഇനി നിൽക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശിവാനിയുടെ കൈകൾ പിടിക്കുമ്പോൾ ശിവാനി ഒന്ന് ഞെട്ടിപ്പോകണം കേട്ടോ. ഈശ്വര, ഈ കിഴങ്ങിനെ ഞാൻ കല്യാണം കഴിച്ചത് ഈ സ്വത്തിനും മുതലിനും വേണ്ടി മാത്രമാണ്, പിന്നെ ഈ കിഴങ്ങ് അത് വേണ്ടെന്ന് വെച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിൽ കരുതിയിട്ട് പ്രണവ് ഒന്ന് അവിടെ നിന്നേന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന പ്രണവും വസുന്ധരയും ഒന്ന് ഞെട്ടാണ്. ഉടൻ തന്നെ പാറുവും ഗോപിയും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിധിയും ഗൗതമും പറയാനില്ല. അങ്ങനെ എന്താ എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ, എന്തിന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ഈ നിൽക്കുന്ന ഗൗതമിനല്ലാതെ അവകാശം നിനക്കുണ്ട്, പിന്നെ നീ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് എന്നെ കല്യാണം കഴിച്ചു എന്ന പേരിൽ ഇറങ്ങിപ്പോകുന്നത്, നിയമപരമായി പോവുകയാണെങ്കിൽ ഗൗതമിന് എന്തൊക്കെയുണ്ട് ആ അവകാശങ്ങളെല്ലാം നിനക്കും കിട്ടാനുണ്ടല്ലോ, അതുകൊണ്ട് ഇവർ മാത്രം സമ്പാദിച്ചിട്ടല്ലല്ലോ ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയത്, ഈ വസുന്ധരാൻ്റി സമ്പാദിച്ചിട്ടല്ലേ, വസുന്ധരാൻ്റിയല്ലേ ഇവർക്കൊരു ജീവിതവും വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയണിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയണ, നിർത്തടി, എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ വസുന്ധര പറയണേ, എന്താ അവൾ പറഞ്ഞത്, സംശയം, ഗൗതമിനുള്ളതുപോലത്തെ അവകാശം പ്രണവിനുണ്ട്, പ്രണവ് എൻ്റെ മകനാണ്, എൻ്റെ മകന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും, അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവളെ പോലെ ഒരു മറുതയെ വിവാഹം കഴിച്ച് വന്ന ഇവനെ ഞാൻ സ്വീകരിക്കാനോ, ഇവൻ എൻ്റെ മകനല്ല, ഇനി എനിക്ക് തീരുമാനങ്ങളില്ല. അപ്പോഴേക്കും ഗോപി പറയണേ, ഇനി എനിക്ക് വാക്കുകളില്ല, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ വസു, ഇതിൽ നീ ഇടപെടേണ്ട എന്ന് പറയണിട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര പറയണേ, അങ്ങനെ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ, ഞാൻ ഇവരെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറയണിട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന
ഇങ്ങനെ വസുന്ധരക്ക് ദേഷ്യം പിടിക്കണം. അപ്പോൾ വസുന്ധര പറയാണ് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഈ വിവാഹം ഇവർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും നടത്തി കൊടുത്തതല്ല. ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അതെൻ്റെ കുറ്റമല്ലല്ലോ, അപ്പോൾ ഞാൻ അതിനൊപ്പം നിന്ന് കൊടുത്തു എന്ന് പറയാനിട്ട്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയാണ് നിങ്ങൾ കള്ളം എൻ്റെ മുന്നിൽ പറയരുത്. നിങ്ങളാണ് പ്രണവിനെയും ശിവാനിയെയും ഈ ശിവാനി എന്ന് പറയുന്നവളെ വാക്കുകൊണ്ട് മാറ്റി നിങ്ങളാണ് പ്രണവിൽ എത്തിച്ചത്. പ്രണവ് തെറ്റിദ്ധരിച്ച് അവളെ സ്നേഹിച്ചു. ഇന്നിപ്പോൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി. അതുകൊണ്ട് നിങ്ങളല്ല എന്നുള്ളത് പറയണ്ട എന്നിങ്ങനെ പറയണേട്ടാ. അപ്പോൾ പാറ പറയാണ് എന്താരൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ജീവൻ ഉണ്ടോടത്തോളം ഇവിടെയോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഇവർ രണ്ടുപേരും കയറരുത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് എൻ്റെ വാക്കുകളാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഗോപി പറയണേ എൻ്റെയും കൂടി വാക്കുകളാണ്, സ്വത്തുക്കളിലും യാതൊരു അവകാശവും ഇവിടെ ഉണ്ടാവില്ല, ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതമിൻ്റെയും മുഖം ഇങ്ങനെ വല്ലാതെ മാറി മറിയുന്നുണ്ട്, നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇതേ സമയം നിധി ആകെ ഞെട്ടി നിൽക്കണേ. എന്നാൽ ഈ സമയം ഗോപി വീണ്ടും പറയണേ ഇനി ഞാൻ പറയില്ല, മര്യാദക്ക് ഇറങ്ങിപ്പോ, നിന്നെ വളർത്തി വലുതാക്കി ഇത്രയും ലെവലിൽ എത്തിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചതാണോ ഇത്ര വല്ലാത്ത തെറ്റ്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്, എന്തായാലും എനിക്ക് നിങ്ങളുടെ സ്വത്തോ മുതലോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതൊന്നും വേണ്ട, ഞാനും ഇവളും നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രണവ് ശിവാനിയുടെ കൈ പിടിച്ചിറങ്ങുമ്പോൾ ശിവാനി പറയണേ അങ്ങനെ ഇവർക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ, നമുക്ക് കിട്ടേണ്ട അവകാശം നമ്മൾ തന്നെ നേടിയെടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആഹാ നീ കൊള്ളാലോ, അവകാശങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നീ പുറത്തു നിന്ന് പറയൽ തുടങ്ങി, ആരതി എടുത്ത് നിന്നെ അകത്തോട്ട് കയറ്റിയില്ല, നിലവിളക്ക് തന്ന് നിന്നെ കയറ്റിയില്ല, അപ്പോഴേക്കും ഈ കുടുംബം ഉണ്ടാക്കി തിരിക്കുന്ന ആ ഒരു സംസാരമാണല്ലോ നിന്നിലുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല, മര്യാദക്ക് പോടി, എന്ത് നിനക്ക് ഇവിടെ കാര്യം, നീ അവകാശങ്ങളൊന്നും ഒന്നും ചോദിക്കണ്ട, നിന്നെപ്പോലെ ഒരു മറുതക്ക് ഞാൻ അവകാശം തരില്ല എന്നിങ്ങനെ പാറു പറയുന്ന സമയത്ത് അവിടെ വസുന്ധര പറയണ ഒന്നവിടെ നിന്നെ, ഇത് എൻ്റെയും കൂടി വീടാണ്, എൻ്റെയും കൂടി വീട്ടിൽ ആർക്കൊക്കെ നിൽക്കണം ആർക്കൊക്കെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനും കൂടിയാണ്, അതുകൊണ്ട് നിങ്ങളെന്ത് പറഞ്ഞാലും ഇവൾ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും, ഇവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റുക തന്നെ ചെയ്യും, എൻ്റെ ഏട്ടത്തി പോയിട്ട് ഇവൾക്കുള്ള ആരതി എടുത്ത് വാ എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി പാറു ആകെ ഞെട്ടണ്. എന്താ നീ പറഞ്ഞത്, ഞാൻ ആരതി എടുക്കാനാ, ഈ മറുതക്ക് ഞാൻ ആരതി എടുക്കാനോ, ഈ താടകയ്ക്ക് ഞാൻ ആരതി എടുക്കാനോ, അങ്ങനെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന ശിവാനി തന്നെ ഇങ്ങനെ പുച്ഛിക്കാണ്, എന്നെ ഇവരെന്തായി പറയുന്നതെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ പിന്നെ പ്രണവിൻ്റെ അമ്മ നിങ്ങളല്ലേ ചെയ്യേണ്ടത്, എനിക്ക് പറ്റില്ല ഇവളെ പോലെ വൃത്തികെട്ടവൾക്ക് ആരതി എടുക്കാൻ. ആഹാ അത് ഞാൻ മറന്നു, സാധാരണ നാട്ടു നടപ്പ് പ്രകാരം ഏട്ടത്തിയമ്മയാണല്ലോ ആരതി എടുത്ത് കൊടുക്കേണ്ടത്, അനിയൻ കല്യാണം കഴിക്കുമ്പോൾ ഏട്ടത്തിയമ്മയാണല്ലോ ചെയ്യേണ്ടത്, എന്നാൽ നാട്ടു നടപ്പില്ലെങ്കിലും ഇനിയിപ്പോൾ ഇവള് തന്നെ ചെയ്യണം, കാരണം ഇവളെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവളെന്നോട് ബെറ്റ് വെച്ചൊരു വാക്കുണ്ട്, അഞ്ജലിയുടെയും പ്രണവിൻ്റെയും കല്യാണം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ തന്നെ അവരെ ആരതി കൊണ്ട് സ്വീകരിക്കുന്നത്, എന്താ നിധി നീ മറക്കുന്നോ. അപ്പോൾ ഗൗതമിനിങ്ങനെ വല്ലാതെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ആ ഒരു ബെറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൗതമിന്, അപ്പോൾ പാറുവിനും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പം നിധി ഒന്നും മിണ്ടാനാവാതെ നിധി ഇങ്ങനെ നിൽക്കണേ. എന്താ നിധി ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ, നീ ബെറ്റ് വെച്ചതല്ലേ, ആ ബെറ്റ് നീ സ്വീകരിക്കുക, നീ ഇവളെ ആരതി എടുത്ത് ഒഴി എന്നിങ്ങനെ പറയണ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയുന്നത് ശരിയാണ്, നീ എന്നെയും ബെറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ആരതി എടുത്ത് ഒഴിയെന്ന്, ആ ബെറ്റ് പോലെ തന്നെ സ്വീകരിക്കണം, ഇപ്പോൾ വിവാഹം നടന്നു വന്നാൽ നീ എന്നെ ആരതി എടുക്കണം, എന്നാൽ ഇപ്പം നിനക്ക് വാക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവാതെ നിധി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ പാറു പറയുന്ന ആര് എന്ത് തന്നെ പറഞ്ഞാലും ഇവൾ എൻ്റെ മരുമകളാണ്, എൻ്റെ മരുമകൾ ഒരിക്കലും ആരുടെയും ആരതി എടുക്കാൻ ഇവിടെ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ഗൗതം അങ്ങ് പറയാൻ കേട്ടോ, നിധി ഇവിടെ ഒരു സംസാരത്തിന് ഇടവരുത്തണ്ട, നീ പോയി ആരതി എടുക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇനി ശിവാനി വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വസുന്ധര കൂടെ പിടിച്ചത് ഒരു വിഷപ്പാമ്പിനെയാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.